കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ കോൺവോക്കേഷൻ വിതരണം ചെയ്തു. എഴുത്തുകാരൻ ഡോക്ടർ എൻ.എം. സണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. മോണ്ടിസോറി പ്രീ പ്രൈമറി TTC അധ്യാപികമാർക്കായാണ് കോൺവോക്കേഷൻ സംഘടിപ്പിച്ചത്. കേരള എഡ്യൂക്കേഷൻ കൌൺസിൽ മോണ്ടിസോറി പ്രീ പ്രൈമറി TTC അധ്യാപികമാർക്കുള്ള കോൺവോക്കേഷൻ സംഘടിപ്പിച്ചു. കോഴിക്കോട് വേദി ഓഡിറ്റോറിയത്തിൽ എഴുത്തുകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം എംപാനൽഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോർഡിനേറ്ററുമായ ഡോക്ടർ എൻ.എം. സണ്ണി കോൺവോക്കേഷൻ വിതരണം ചെയ്തു. പല സന്ദർഭങ്ങളിലുണ്ട് വളരെ വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വരുന്ന ഒരു കുട്ടി ഒരുപക്ഷെ അതിന് ഭക്ഷണക്കുറവ് കൊണ്ടോ പരിചരണക്കുറവ് കൊണ്ടോ അതിന് ബുദ്ധിവികാസത്തിൽ പരിമിതികളുണ്ടായിരിക്കും. ഈവൻ സമയത്തിന് വിലക്കുള്ള ഗുളിക മരുന്ന് കൊടുത്തില്ലെങ്കിൽ പോലും ആ കുട്ടിയുടെ ക്യാരക്ടറിനെയും കരിയറിനെയും സ്വഭാവത്തെയും അത് ബാധിക്കും. അങ്ങനെയുള്ളവരെയാണ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ദർശനം സാംസ്കാരിക വേദി സെക്രട്ടറി M.A. ജോൺസൺ അധ്യക്ഷനായിരുന്നു. ഡയറക്ടർ സതീശൻ കൊല്ലറയ്ക്കൽ, അക്കാഡമിക് കൌൺസിൽ ചെയർമാൻ രതീഷ് കുമാർ KR, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രജിത MR തുടങ്ങിയവർ സംസാരിച്ചു. മാസ്റ്റർ ട്രെയിനർ ഷാജി അധ്യാപക വിദ്യാർത്ഥിനികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ഒഴുകിയില്ലാതെ വെള്ളം ഒഴുകിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ചീത്തയാവും. ഉറപ്പല്ലേ? ഒഴുകിയിട്ടില്ലെങ്കിൽ അത് ചീത്തയാവും. കെട്ടിക്കിടന്നാൽ മാലിന്യമാകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയാവണം എന്നുള്ളതാണ് അടുത്തത്. ഒഴുകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ നേരത്തെ ആരെങ്കിലും സൂചിപ്പിച്ച് നോക്കാൻ നമ്മൾ ചേർത്ത് വയ്ക്കണം. പുതിയ 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 കാര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണ് തുറക്കണം, അല്ലെ? കുറച്ചും കൂടി വ്യക്തതയുള്ള ആഴങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലേക്ക് മനസ്സിലേക്ക് നോക്കാൻ നമുക്ക് പറ്റണം. കുട്ടികളടക്കം, കുട്ടികൾ മാത്രമല്ല, കൊണ്ടുവരുന്ന അപ്പൻ അമ്മ, അല്ലെ, എല്ലാവരുടെയും അവരുടെ ഹൃദയവിചാരങ്ങളെ അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ തരത്തിലുള്ള സ്റ്റേഷനുകളിലേക്ക് ഒരു പുഴ എന്ന ഏകതത്തോട് ചേർന്ന് രൂപകത്തോട് ചേർന്ന് വളരാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വാശിയേറിയ പോരാട്ടത്തിൽ ഫോറസ്റ്റ് 11 ചാമ്പ്യന്മാരായി.